ഇനി എന്താണെന്ന് വെച്ചാൽ ഡബിൾ ഡോമിനേറ്റ് ചെയ്താൽ എങ്ങനെ ആയിരിക്കും? രണ്ടെണ്ണം ചേർത്ത് ഇൻക്രീസ് വരുമ്പോൾ എങ്ങനെ വരുന്നു എന്നുള്ളതിന് വാദപിത്ത പ്രകൃതി. അവർക്ക് വാദവും ജാസ്തി, പിത്തവും ജാസ്തി. വാദം എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാൻഡേർഡായിരിക്കുന്നത് 100, ഇത് പിത്തം 50, കഫം 25. അവർക്ക് കഫം മാത്രം നോർമലായിരിക്കും, പിത്തവും ജാസ്തി ആയിരിക്കും. അപ്പോൾ ഇത് വാദവും ജാസ്തി ആയിരിക്കും. അപ്പോൾ ഒന്ന് ജാസ്തിയായാൽ നോർമലാണ്, 10-15 ഡിസീസ് അതിനെ കൊണ്ട് വരും. അതേമാതിരി രണ്ടെണ്ണം ജാസ്തിയാകുമ്പോൾ അവർക്ക് രണ്ടും മിക്സായി ഉള്ള ഡിസീസസ് ഉണ്ട്. അപ്പോൾ ഡിസീസസിന് ഈ അസുഖങ്ങൾക്ക് ലിസ്റ്റുണ്ട്. ഒന്ന് അധികമായ എന്തൊക്കെ ഡിസീസ് വരും, വാദം അധികമായ എന്ത് ഡിസീസ്, കുറഞ്ഞാൽ എന്ത് വരും, ഇങ്ങനെ ഇത് എല്ലാത്തിനും ലിസ്റ്റുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ ഇവർക്ക് കൂടുതൽ വരും. 2 ഡിസ്റ്റർബൻസും ഹൈ ആകുമ്പം 10-20 അസുഖങ്ങളുടെ ചാൻസ് ഉണ്ട്. എല്ലാം 20 ഒന്നിച്ച് വരണമെന്നില്ല. 20 അസുഖങ്ങൾ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ആ പോസിബിലിറ്റീസ് നിങ്ങൾക്ക് തടയാൻ പറ്റുമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെ ദേഹം ഏത് പ്രകൃതി എന്ന് ആദ്യം മനസ്സിലാക്കണം. ഏത് പ്രകൃതി എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ക്ലൈമാറ്റിക് ചേഞ്ചിന് കണക്കാക്കി ആയുർവേദ മെഡിസിൻ നിങ്ങൾ എടുത്താൽ അത് കോമ്പൻസേറ്റ് ആവും. അപ്പോൾ ഇന്ന സീസണിൽ ഇന്ന അധികം ആകുമെന്ന് പറഞ്ഞാൽ അതിനുള്ള നല്ല നമ്മുടെ ആയുർവേദ ആൻഡ് സിദ്ധ ഇതിലൊക്കെ നാച്ചുറൽ ഹെർബ്സ് അതിന് സൈഡ് എഫക്റ്റ് ഇല്ല. അതുകൊണ്ട് അത് ധൈര്യമായിട്ട് വാങ്ങിച്ച് കഴിച്ചാൽ വരുന്ന ഇത് പ്രിവെൻറ്റീവ് ക്യൂർ. അതായത് സിദ്ധാവിൽ പ്രിവെൻറ്റീവ് ക്യൂർ നല്ല ഡെവലപ്പ് ആയിട്ടുണ്ട്. സിദ്ധാവിൽ രാവണൻ്റെ പീരീഡിൽ പ്രിവെൻറ്റീവ് ക്യൂർ അങ്ങേരെ ബുക്ക് എഴുതിയിട്ടുണ്ട്. നോയ് പിണിയാണ് വിധിയെന്ന്. അതേമാതിരി തമിഴിൽ തേരയർന്ന ഒരു സിദ്ധർ എഴുതിയിട്ടുണ്ട്, പ്രിവെൻറ്റീവ് ക്യൂറെ കുറിച്ച് ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്ത് അവരവരുടെ പ്രകൃതി അവരവർ മനസ്സിലാക്കിയ അത് കണക്കാക്കി ആഹാര രീതി, തണുത്ത ആഹാരം അല്ലെങ്കിൽ ചൂടായിട്ടുള്ള ആഹാരം, മിത ആഹാരം, അങ്ങനെ അവരെ കൺട്രോൾ ചെയ്ത് പോവാം. അതിനു വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ പറയുന്നത്. അടുത്ത പ്രകൃതി എന്ന് പറഞ്ഞാൽ വാദകഫ പ്രകൃതി എന്ന് വെച്ചാൽ ഇവർക്ക് പിത്തം നോർമലായിരിക്കും. പിത്തം 50% ഇരിക്കുന്നത് 50% തന്നെ ആയിരിക്കും. മറ്റേ വാദം എന്തെന്ന് വെച്ചാൽ വാദവും ഇതും ഡിസ്റ്റർബായിരിക്കും. വാദപിത്ത കഫം അത് നോർമലില്ല. വാദവും കഫവും നോർമലില്ല. അത് ഒന്നിലെ കൂടുതൽ കുറവായിരിക്കും. കഫം 25-ന് 35 ഇരിക്കും, 15 ഇരിക്കും, അല്ലെങ്കിൽ വാദം ഇങ്ങനെ. ഇത് 2 ഡിസ്റ്റർബായാലും അവർക്ക് എന്തെന്ന് വെച്ചാൽ വാദത്തിനായിട്ടുള്ള അസുഖങ്ങളും വരും, ഇത് കഫത്തിനായിട്ടുള്ള അസുഖങ്ങളും വരും. പക്ഷേ ഇവർക്ക് അത് ഏതെങ്കിലും ഒരു ഡിസീസ് അറ്റ് എ ടൈം. കാരണം എന്ന് വെച്ചാൽ വാദം മികുതിയായാൽ കഫം റെഡ്യൂസ് ആവും, കഫം ജാസ്തിയായാൽ വാദം റെഡ്യൂസ് ആവും. ഇങ്ങനെ ഒരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ നോക്കുമ്പോൾ ഇവർക്ക് വാദം അല്ലെങ്കിൽ കഫത്തിൻ്റെ ഏതെങ്കിലും ഒരു അസുഖത്തിന് ചാൻസ് ഉണ്ട്. അതിന് കണക്കായുള്ള പ്രിവെൻറ്റീവ് കെയർ എടുത്തുകൊണ്ടിരുന്നാൽ ഇവർക്ക് അതിൽ രക്ഷപ്പെടാം. അവരുടെ നേച്ചർ ഇതാണ്, വാദകഫ പ്രകൃതിയാണെന്ന് നിങ്ങൾ ഫിക്സ് ചെയ്ത് അത് കണക്കാക്കി ഡയറ്റ് കൺട്രോൾ അത് കണക്കാക്കി നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം. അപ്പോൾ ഇതാണ് ഇതിലുള്ള. അടുത്ത പിത്ത കഫ പ്രകൃതി. ഇവിടെ പിത്തം 50 ഇരിക്കുന്നത് 60 ഇതെന്നുള്ള ഇതിലേക്കാണ്. അതിൻ്റെ കഫം ഇൻക്രീസ് ഡിഗ്രീസ് എന്നുള്ള ഇത് കണ്ടീഷനിലിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എന്തെന്ന് വെച്ചാൽ പിത്തം കഫം ഉള്ള ഏതെങ്കിലും ഒരു ഡിസീസ് അല്ലെങ്കിൽ രണ്ടും കമ്പൈനായിട്ടുള്ള ഡിസീസസ് വരാനുള്ള ചാൻസ് കൂടുതൽ. ഒരു എലമെൻറ്റ് ഡിസ്റ്റർബായ സുമാർ ഒരു 10 ഡിസീസ് വരുവാണെങ്കിൽ ഇപ്പോൾ 20 ആകുമ്പോൾ 2 ഡിസ്റ്റർബ് ആകുമ്പോൾ 20 ഡിസീസസിൻ്റെ വൾണറബിലിറ്റി അവർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ അവർ കൺട്രോൾ ചെയ്ത് പോകണം, ആ പ്രകൃതിയെ അറിഞ്ഞാൽ. ഇതുപോലെ സമദോഷ പ്രകൃതി ഉള്ളവർക്ക് എല്ലാം നോർമലാണ്. സമദോഷ പ്രകൃതി എന്ന് വെച്ചാൽ ചില ആൾ തെറ്റായിട്ട് വിചാരിക്കും എല്ലാം അങ്ങനെയല്ല. ഇക്വിലിബ്രിയം, അതായത് വാദം 100 ഇരിക്കും, പിത്തം 50 ഇരിക്കും, അത് 25 ഇരിക്കും. അങ്ങനെ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് പെർഫെക്റ്റ് സ്റ്റേജ്. അപ്പോൾ ഇത് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള സ്റ്റഡി എന്തെന്ന് വെച്ചാൽ നമ്മൾ സമദോഷത്തിന് മൂവ് ആകണമെങ്കിൽ സത്വഗുണം അധികമാക്കുന്ന ആഹാരങ്ങൾ എടുക്കണം. രജോ ഗുണം എടുക്കുന്ന
ആഹാരങ്ങളെ കുറയ്ക്കണം. രജോ ഗുണമാണ് പിത്തത്തെ ഇൻക്രീസ് ചെയ്യുന്നത്. സത്വ ഗുണം വന്ന് നോർമൽ ഹെൽത്ത് സത്വ ഗുണം. രജോ ഗുണം വന്ന് പിത്തത്തെ ഇൻക്രീസ് ആകും. മറ്റേടെ തമോ ഗുണം വാദത്തെ ഉണ്ടാക്കും. ഇങ്ങനെ 3 ഗുണങ്ങളാണ്. പിന്നെ മനോമയ കോശത്തിൽ ഈ കോമ്പിനേഷൻ ഇപ്പോൾ നമ്മൾ നോക്കി സിംഗിളായിട്ടുള്ള ഡബിളായുള്ളതൊക്കെ ഇതേമാതിരി ത്രിബിളായിട്ടും ഉണ്ട്. മേഘവാദ ശൂല ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് സിദ്ധാവിൽ പറയുന്നുണ്ട്. സിദ്ധാവിൽ ഇപ്പോൾ ആയുർവേദത്തിൽ 1, 2 കോമ്പിനേഷൻ പറയാം. അവിടെ 3 കോമ്പിനേഷൻ പറയുന്നുണ്ട്. 3 ഡിസ്റ്റഡ് ആയി വരുന്ന. അപ്പോൾ അത് വന്ന് ആഹാരത്തിൽ കൂടെ ശരിയാക്കാം. കാരണം വെച്ചാൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഈ 3 ഗുണങ്ങളും ഉള്ള ഡിസ്റ്റർബൻസാണ് മനോമയ കോശത്തിൽ ഫസ്റ്റ് അത് ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസാണ്. അത് വാതപിത്ത കഫത്തിൻ്റെ ഡിസ്റ്റർബൻസായിട്ട് പതിവാകുന്നത്. അതുകൊണ്ട് അവിടെ വരുന്നത് ഇങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ സാത്വിക് ഗുണം മേലിടാൻ എന്തൊക്കെ ചെയ്യണമോ അതിന് ആത്മീയമായിട്ടുള്ള റീഡിങ്, മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്താൽ ഈ പ്രകൃതി നോർമൽ ദോഷ പ്രകൃതിയിലോട്ട് ഷിഫ്റ്റ് ആവും. മതം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ ഏത് മതത്തെ ചേർന്നാലും ശരി, ഹിന്ദു ആയിരുന്നാലും ക്രിസ്ത്യൻ, മുസ്ലിം, അവരുടെ മതത്തിലുള്ള തൊഴുകയും അവരുടെ മെഡിറ്റേഷനും ചെയ്താൽ ഈ വാതപിത്തക്ക ഡിസ്റ്റർബൻസ്, സിംഗിൾ ഡിസ്റ്റർബൻസ്, ഡബിൾ ഡിസ്റ്റർബൻസ് ഇതൊക്കെ സമദോഷ പ്രകൃതിയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റുള്ള റിസർച്ച്. ആയുർവേദത്തിൽ പറയുന്ന എല്ലാമാണ് ഇപ്പോൾ ഒന്ന് അലോപ്പതിയിലും റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അതുപടി സത്വഗുണത്തിൽ നിലച്ച് നിൽക്കുന്ന ആളുകൾക്ക് അസുഖം ഇല്ല. ശരി, അത് അസുഖം ആയിപ്പോയാൽ അവർ രജസ് തമസ് സ്വഭാവങ്ങളെ വിട്ടുകൊണ്ട് അവർ വന്ന് കുറച്ചായിട്ട് സത്വത്തിലോട്ട് മാറണം. സത്വത്തിൽ സ്പിരിച്വൽ എനർജി, സ്പിരിച്വൽ മെഡിറ്റേഷൻ, അതുപോലെ ഇങ്ങനെയുള്ള ഭജനയും നിറയെ അസുഖങ്ങളെ മാറ്റக்கூடிய കഴിവുണ്ടെന്നാണ് അലോപ്പതി ഇൻ്റർനാഷണൽ ലെവലിലുള്ള റിസർച്ച് അത് പറയുന്നത്. അതൊന്ന് ലണ്ടനിലും അവിടെ നിന്ന് വന്ന മെഡിക്കൽ മാഗസിൻസിലൊക്കെ ഇത് പറയുന്നുണ്ട്. സോ ഇത് എന്തെന്ന് വെച്ചാൽ ഈ ഡിസ്റ്റർബൻസാണ് വാതപിത്ത കഫമായിട്ട് വരുന്നത്. അതിൻ്റെ കഫം വന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് കുട്ടിക്ക് ട്രാൻസ്ഫറായി വരുന്നത്. അത് മാറ്റാൻ പാടാണ്. അതാണ് ഈ പ്രകൃതിയുടെ ഇതിൻ്റെ സീക്രട്ട്. ഇടയിൽ വരുന്നത് പെട്ടെന്ന് മാറ്റാം. കാരണം വെച്ചാൽ അത് ടെമ്പററി. ഇത് വന്ന് കാസൽ ജനിക്കുമ്പോൾ വരുന്ന ജനറ്റിക് ഡിഫക്റ്റ്. ഇപ്പോൾ ജനറ്റിക് ഡിഫക്റ്റ് മാറ്റാൻ വന്ന് ശിവയോഗത്തിൽ മാറ്റാൻ പറ്റുമെന്നിരിക്കുന്നത്. ആയുർവേദത്തിൽ ഇറ്റ് നീഡ്സ് എ ലോങ് ടൈം ട്രീറ്റ്മെൻറ്റ്. അതാണ് അതിൻ്റെ സീക്രട്ട്. ഇതിനു വേണ്ടിയാണ് പ്രകൃതി ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ഓക്കെ.